Hi dear friends, welcome back to Easy Commerce Concepts by Ajiza. So ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഡിമാൻഡ് എന്താണെന്നും പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. സോ ആദ്യം നമുക്ക് എന്താണ് ഡിമാൻഡ് എന്നെന്ന് നോക്കാം. Demand means desire for a commodity backed by willingness to pay and ability to pay. ഒരു പ്രൊഡക്റ്റിനോട് അല്ലെങ്കിൽ ഒരു കമോഡിറ്റിയോട് ഒരു കൺസ്യൂമറിനുള്ള ഡിസയർ പ്ലസ് വില്ലിങ്നെസ് പ്ലസ് അതിനുള്ള ആ ഒരു പർച്ചേസിങ് പവർ, അത് വാങ്ങിക്കാനുള്ള ഒരു എബിലിറ്റിയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, അവിടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവോൾവ് ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? സോ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സിമ്പിൾ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ലോജിക്കാണ്. പൊതുവെ സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ അതിനോടുള്ള ആളുകളുടെ ഡിമാൻഡ് കുറയാണ് ചെയ്യുക. പൊതുവെ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്, എക്സെപ്ഷൻ കേസുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഈസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. When price increases, the demand decreases. When price decreases, demand get increases. ഇതിനെയാണ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന പ്രൈസ് അല്ലാത്ത മറ്റ് ഘടകങ്ങളും ഉണ്ട്. കൺസ്യൂമറിന്റെ ഇൻകം, കൺസ്യൂമറിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ബിലീഫ്സ്, ട്രഡീഷൻസ്, ടാക്സേഷൻ പോളിസി, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ഇതെല്ലാം ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസുമാണ്. അപ്പൊ ഈ ഒരു ഡിമാൻഡ് എന്നുള്ള ഒരു ഏരിയയില് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അപ്പൊ ഈ ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇലാസ്റ്റിസിറ്റി മീൻസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ടു ദ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് ആ ഒരു കമോഡിറ്റിയുടെ ഡിമാൻഡ് ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് കാണിച്ചു തരുന്നതാണ് എന്ത്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് ആ ഒരു പ്രൊഡക്റ്റിനോടുള്ള ആളുകളുടെ ഡിമാൻഡിൽ എങ്ങനെയാണ് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്, അത് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ടു ദ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. ഒരു കമോഡിറ്റിയുടെ പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എങ്ങനെയാണ് ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ആ ഒരു ഏരിയ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. സോ ഇതില് 5 ടൈപ്പ് ഇലാസ്റ്റിസിറ്റിയാണ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. ദർ ആർ 5 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഫസ്റ്റ് വൺ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, സെക്കൻഡ് വൺ ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, third one is relatively elastic, fourth one is relatively inelastic and fifth one is unitary elastic. ഇങ്ങനെ 5 തരത്തിലാണ് നമുക്ക് ഇലാസ്റ്റിസിറ്റി പഠിക്കാനായിട്ട് ഉള്ളത്. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിലെ പ്രൈസിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആ ഒരു കമോഡിറ്റിയോടുള്ള ആളുകളുടെ ഡിമാൻഡ് റെസ്പോണ്ട് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത്, അതാണ് ആ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ നന്നായിട്ട് ശ്രദ്ധിക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നാണ്. അതായത് ഒരു കമോഡിറ്റി, ഒരു പ്രൊഡക്റ്റ്, ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ ഒരു നേരിയ വ്യത്യാസം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ആ ഒരു കമോഡിറ്റിയുടെ ഡിമാൻഡിൽ ഉണ്ടാകുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഇലാസ്റ്റിസിറ്റിയെ നമുക്ക് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് വിളിക്കാം. There is a small change in the price of a commodity which leads to an infinite change in the quantity demanded of a commodity. Such elasticity can be termed as perfectly elastic. ഈ ഒരു സിറ്റുവേഷനിൽ ഡിമാൻഡ് കർവ് നമ്മുടെ എക്സ് ആക്സിസിന് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഡിമാൻഡ് കർവ് വിൽ ബി ഹൊറിസോണ്ടൽ ടു ദ എക്സ് ആക്സിസ് ആൻഡ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, ഇതേപോലെ തന്നെയാണ്. അതായത് ഒരു കമോഡിറ്റിയുടെ പ്രൈസിൽ എന്ത് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാലും
ഡിമാൻഡിൽ ഒരു മാറ്റവും ഇല്ല. അതായത് ഒരു കമോഡിറ്റിയുടെ പ്രൈസിൽ എന്ത് ദർ ഇസ് നോ റെസ്പോൺസ് ഫ്രം ദ പാർട്ട് ഓഫ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അത് കാണിച്ചു തരുന്നതാണ് എന്ത്? അത് കാണിച്ചു തരുന്നതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എങ്ങനെയാണ്, എന്താണോ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസം അത് ഒരു രീതിയിലും ആ ഒരു കമോഡിറ്റിയുടെ എന്തിനെ ബാധിക്കുന്നില്ല? ഡിമാൻഡിനെ ബാധിക്കുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് വൈ ആക്സിസിന് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, വൈ ആക്സിസിന് ഹൊറിസോണ്ടൽ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇ ഡി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു 0. ക്ലിയർ? ആദ്യത്തതിൽ എന്തായിരുന്നു? ഇൻഫിനിറ്റ് ആയിരുന്നു. രണ്ടാമത്തതിൽ 0 ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആണ്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് അതായത് നമ്മുടെ ഈ ഒരു കമോഡിറ്റിയുടെ പ്രൈസിൽ 10% ഇൻക്രീസോ 10% ഡിക്രീസോ ഉണ്ടായെന്ന് വിചാരിക്കാം. അതായത് 10% ആണ് ചേഞ്ച് ഉണ്ടായത്. ഇൻക്രീസ് ഒരു ഡിക്രീസ് 10% ആണ് ഉണ്ടായിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചിലായിരിക്കും അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യുക? പെർഫോം ചെയ്യുക അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക. അതായത് ഒരു കമോഡിറ്റിയുടെ പ്രൈസിൽ 10% ഇൻക്രീസ് ഉണ്ടായി. ഓക്കെ, അപ്പോ അതിന്റെ ഡിമാൻഡ് 10%-ത്തേക്കാൾ കൂടുതൽ പെർസെന്റേജിൽ എന്ത് ചെയ്യുക? റെസ്പോണ്ട് ചെയ്യുക. മോർ ദാൻ 10%-ലായിരിക്കും അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യുക? റെസ്പോണ്ട് ചെയ്യുക. അതിന് 10% ഇൻക്രീസ് ആണെങ്കിലും 10% ഡിക്രീസ് ആണെങ്കിലും എന്താണ്? മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചിലായിരിക്കും. 10%-ത്തേക്കാൾ കൂടുതലുള്ളൊരു ചേഞ്ചിൽ അല്ലെങ്കിൽ ഒരു പെർസെന്റേജ് ചേഞ്ചിലായിരിക്കും അതിന്റെ ഡിമാൻഡിൽ എന്തുണ്ടാവുക? മാറ്റം വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. 1 എന്ന് പറയുന്ന വാല്യൂവിനേക്കാൾ മുകളിലായിരിക്കും നമ്മുടെ ഇ ഡി, അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ പി എന്ന് പറയുന്നത്, സോറി ഇ പി ആണ്, ഇ പി എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന വാല്യൂവിനേക്കാൾ കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവും. ഓക്കെ, അതായത് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ആൻഡ് ഇൻ റിസൾട്ട് പ്രൈസിൽ ആ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ ചേഞ്ചിനേക്കാളും കൂടുതൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചിലായിരിക്കും എന്ത് നടക്കുന്നത്? ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തതാണ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ 10% പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവുന്നതെങ്കിൽ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചിലായിരിക്കും അതിന്റെ ഡിമാൻഡ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിമാൻഡ് ഉണ്ടാവുക, റെസ്പോണ്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു കമോഡിറ്റിന്റെ വില 10% കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യാണ്? കൂടുകയല്ലേ ചെയ്യുക? ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുക. അപ്പൊ ഡിമാൻഡ് കൂടുന്നത് എങ്ങനെയാണ്? 10%-ത്തേക്കാൾ കുറഞ്ഞ ഒരു പെർസെന്റേജ് അളവിലാണ് ഡിമാൻഡ് കൂടുന്നത്. ഇനി നേരെ തിരിച്ചു പറയാം, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് 10% കൂടുമ്പോൾ ഡിമാൻഡ് കുറയാണ് ചെയ്യുക. അപ്പൊ കുറയുമ്പോൾ 10%-ത്തേക്കാൾ കുറഞ്ഞ ഒരു പെർസെന്റേജ് അളവിലാണ് ആ ഒരു ഡിമാൻഡ് എന്ത് ചെയ്യുന്നത്? കുറയുന്നത്. ലൈക്ക് ഇങ്ങനെയാണ് എന്ത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് നടക്കുക. മറ്റേതിൽ മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ആയിരുന്നു റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്കില്, സോറി റിലേറ്റീവ്ലി ഇലാസ്റ്റിക്കില്. എന്നാൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്കിലോ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ആണ്. അപ്പൊ ഇതിൽ ഇ പിയുടെ വാല്യൂ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. 1 എന്ന് പറയുന്ന വാല്യൂവിനേക്കാൾ ചെറിയൊരു വാല്യൂ ആയിരിക്കും ഇവിടുത്തെ ഇ പി. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്കിൽ ഇ പി വരുന്നത് ലെസ് ദാൻ 1 ആയിട്ടായിരിക്കും ഉണ്ടാവുക. അടുത്തതാണ്, അവസാനത്തതാണ്, ദാറ്റ് ഈസ് യൂണിറ്ററി ഇലാസ്റ്റിക്. യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് നമ്മുടെ ഒരു കമോഡിറ്റിയുടെ പ്രൈസിൽ 10% ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഡിമാൻഡ് 10% ഡിക്രീസ് ആവും. ഇനി പ്രൊഡക്റ്റിന്റെ ആ ഒരു പ്രൈസിൽ 10% ഡിക്രീസ് ആണ് വിലയിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഡിമാൻഡ് 10% ഇൻക്രീസ് ആവും. അതായത് ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് ലെവലിലായിരിക്കും എന്ത് പോവുക? ഡിമാൻഡ് വർക്ക് ആവുക. അതായത് പ്രൈസ് എത്രയാണോ ചേഞ്ച് ആവുന്നത് സെയിം പ്രൊപ്പോർഷനേറ്റ് ലെവലിലായിരിക്കും എന്ത് പോവുക? ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് വർക്ക് ആവും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യുന്നത്. ഏതൊക്കെയാണുള്ളത്? നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് 5 തരത്തിലാണുള്ളത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആൻഡ് യൂണിറ്ററി ഇലാസ്റ്റിക്. ഈ രീതിയിലാണ് നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉള്ളത്. ഈ ഒരു ഫസ്റ്റ് കേസിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കില് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് എങ്ങനെയായിരിക്കും? എക്സ് ആക്സിസിന് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് എക്സ് ആക്സിസിന് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ ഒരു കേസിൽ
ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് y ആക്സിസിന് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇവിടെ കുറച്ചുകൂടെ സ്ലീപ്പർ ആയിരിക്കും, ഇവിടെ കുറച്ചുകൂടെ ഫ്ലാറ്റർ ആയിരിക്കും. പിന്നെ ഇവിടെ റെക്ടാങ്കുലർ ഹൈപ്പർബോള, ഇതാണ് അതിന്റെ ഷേപ്പ്. റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നുള്ള ഒരു ഷേപ്പിലായിരിക്കും ഈ ഒരു യൂണിറ്ററി ഇലാസ്റ്റിക്കില് ഡിമാൻഡ് കർവ് ഉണ്ടാവും. ക്ലിയർ? ഇതിന്റെ കേസിൽ ഇ പി എന്ന് പറയുന്നത്, അതായത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിന്റെ കേസിൽ ഇ പി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിൽ ഇ പി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, ഇവിടെ ലെസ് ദാൻ 1 ആയിരിക്കും, ഇവിടെ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനോ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടോ ഓഡ് വൺ ഔട്ട് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചൊരു കുട്ടിക്ക് നല്ലൊരു മാർക്ക് എന്തായാലും ഏൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ക്ലാസ്സസ് ആണ് ആനുവൽ എക്സാമിനോടനുബന്ധിച്ച് വേണമെന്നുള്ളത് നമുക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്